ഇനി മേളം കൊടുക്കുകയാണ്. കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനു മുമ്പുള്ള മേളപ്പെരുക്കത്തിലേക്ക് നമുക്ക് മേളം ഒന്നുകൂടി തുടങ്ങിയാലോ? ഈ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് മേളത്തോടുകൂടി തന്നെ നമുക്ക് തുടരാം. ഈ ന്യൂസ് 18 സ്ക്രീനിൽ ഗജവീരന്മാർ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ രഞ്ജിത്ത് രാമചന്ദ്രനെ പോലെയുള്ള കൊമ്പൻ അതെ കൊമ്പൻ രഞ്ജിത്ത് കടന്നു വരും. പിന്നാലെ അതിനുശേഷം എൽദോയ്ക്ക് എന്തായാലും ആരാണ് ജയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തതായിരിക്കുമല്ലോ. മനസ്സിലൊരു കാര്യമുണ്ടല്ലോ. എന്തായാലും ഞാൻ പറയില്ല, പക്ഷേ അന്തിമ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതല്ല, നമ്മൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുള്ളത് പറയണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരായിരിക്കും ജയിക്കുക എന്ന് ചോദിക്കുമ്പോൾ എൽദോ എന്ത് പറയും? ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പോൾ പൈറ്റിൽ പറഞ്ഞിരുന്നു 12 വീതം ജയിക്കുമെന്ന്. ആണോ? അത് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഇല്ല. തൃശ്ശൂരോ? അങ്ങനെയാണെങ്കിൽ ആര് ജയിക്കും? എസ് തുടങ്ങുന്ന ആൾ ജയിക്കും, 6 തുടങ്ങുന്ന ആൾ ജയിക്കും. അതിൽ രണ്ടിലൊരാൾ ജയിക്കും. അത്രയേ ഉള്ളൂ തിരുവനന്തപുരത്തെ കാര്യം. അപ്പൊ 2 ഓപ്ഷനാണ് വെക്കുന്നത് അല്ലേ? തൃശ്ശൂരിൽ പക്ഷേ തൃശ്ശൂരിൽ ആരായിരിക്കും? തൃശ്ശൂരിൽ VS സുനിൽകുമാറിന്റെ പക്ഷത്താണ് ഞാൻ. ഞാൻ നിൽക്കുന്നത് എമ്മിൽ തുടങ്ങുന്നയാളിലും എസിൽ തുടങ്ങുന്നയാളിലുമാണ്. അല്ല, എസിൽ തുടങ്ങുന്ന ആൾ രണ്ടുപേരുണ്ട്. മനസ്സിലായി. ശരി. എന്തായാലും ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇത്തവണ മറ്റ് തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തവണ ആവേശം അതിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അത് രാജ്യത്തിന്റെ കാര്യം എടുത്താൽ മാത്രമല്ല കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ആര് ഭരിക്കും രാജ്യം എന്ന് അറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ. കേരളത്തിൽ ഇത്തവണ 2020 അടിക്കുമോ UDF എന്നുള്ള കാര്യം, BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള കാര്യവുമാണ്. അതുകൊണ്ട് ഈ അടുത്ത 3/4 മണിക്കൂർ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം തപാൽ വോട്ടുകൾ എണ്ണാൻ എടുത്ത് ആ സമയത്ത് എന്തായിരിക്കും ഒരു ചെറിയ ട്രെൻഡ് എന്ന്. അത് പക്ഷേ തപാൽ വോട്ടുകൾ ഒരിക്കലും ഒരു ട്രെൻഡ് ആകാറില്ല. സാധാരണയായിട്ട് LDF-നാണ് തപാൽ വോട്ടുകളിൽ കേരളത്തിൽ കൂടുതൽ വോട്ടുകൾ കിട്ടാറുള്ളത്. പക്ഷേ EVM എട്രിക്ക് എടുത്തു കഴിഞ്ഞാലാണ് അതിന്റെ യഥാർത്ഥമായ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടത്തും പൂർത്തിയായിട്ടുണ്ട്. ഓരോ സ്ഥലത്തു നിന്നും റിപ്പോർട്ടർമാർ അതിന്റെ തത്സമയ വിവരങ്ങൾ നൽകും. നേരത്തെ എൽദോയും അഭിലാഷും രേണുകയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ ന്യൂസ് 18 നെറ്റ്വർക്കിന് കഴിയും. അത് കേരളത്തിലെ മാത്രമല്ല, സ്ക്രീനിൽ ക്യാപ്ചർ എടുത്താൽ മതി, വ്യക്തമാണ്, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇപ്പോൾ മലപ്പുറം, വയനാട്, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ് ഇവിടങ്ങളിൽ ഓരോ വോട്ടുകളും എണ്ണുമ്പോൾ തെളിയും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഇവിടങ്ങളിലും ഓരോ വോട്ടുകൾ എണ്ണുമ്പോഴും ലീഡ് എത്ര എന്ന രീതിയിൽ തെളിഞ്ഞു വരികയും ചെയ്യും. മുകളിലാകട്ടെ LDF-ന് എത്ര, UDF-ന് എത്ര, BJP-ക്ക് എത്ര ലീഡ് അക്കാര്യം വരും. ഇടത് സൈഡിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും ഇല്ലേ, കർണാടകത്തിൽ ഇപ്പോൾ കാണുന്നു, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും നില. വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുക. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണും. Throughout the country, what we could see is a positive atmosphere in favor of the continuation of Prime Minister Narendra Modi. So I expect that will turn into votes when the counting starts. So is BJP able to make inroads this time in Kerala? Definitely. BJP will have representatives in the Lok Sabha from here. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിലുടനീളം കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള അഴിമതിരഹിത സദ്ഭരണത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കണ്ടത്. അത് വോട്ടായി മാറും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. 1 മുതൽ 3 മണ്ഡലങ്ങളാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു 2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് വി മുരളീധരൻ പറയുന്നത്. കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടും. അത് എവിടെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാമെന്നാണ് വി മുരളീധരൻ പറയുന്നത്. BJP നേതാക്കളുടെ എല്ലാം ആത്മവിശ്വാസം സജിത്തതാണ്. ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് വടകരയിലെ ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയിൽ വടകര ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന്, അവരുടെ സ്നേഹത്തിൽ നിന്ന്, അവരുടെ പിന്തുണയിൽ നിന്നും, അവരുടെ പങ്കാളിത്തത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കേരളത്തിൽ
20 സീറ്റും UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എക്സിറ്റ് പോളിൽ പുറത്തു വന്നിരിക്കുന്നത് ഷാഫിയുടെ ചെറിയ തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത്. എക്സിറ്റ് പോളിൽ പഴയ പോലെ തന്നെയാണോ? അന്നൊന്നും വിശ്വാസം ഇല്ല. അല്ല, എക്സാക്ട് പോളിന്റെ റിസൾട്ട് ഇപ്പൊ അടുത്ത് വരുമല്ലോ. അതാണല്ലോ യഥാർത്ഥ തീരുമാനവും ജനവിധിയും. അതിൽ കാര്യങ്ങൾ അറിയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന സമയം തൊട്ടുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പറഞ്ഞതും ഞാൻ അത് കണ്ട് ഇവിടെ വന്നതല്ല, വടകരയിലെ ജനങ്ങളെ കണ്ടു വന്നതാണ്. അവരിലാണ് വിശ്വാസം, അവരുടെ പൊളിറ്റിക്കൽ സെൻസിലാണ് വിശ്വാസം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നു. എക്സാക്ട് പോളിന്റെ റിസൾട്ട് അല്പസമയം കൊണ്ട് വരുമെന്നുള്ളതുകൊണ്ട് ഇനി എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. നടക്കും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പാലക്കാട്ടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സ്നേഹത്തിന്റെയും അവരുണ്ടാക്കി തന്ന ഉയരത്തിൽ നിന്ന് അവരുടെ തോളിലിരുന്നിട്ടാണ് വടകരയുടെ കാഴ്ചകൾ ഞാൻ കണ്ടു തുടങ്ങുന്നത്. അപ്പം അവിടെ തീർച്ചയായിട്ടും ആ ജനങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും അറുത്തുമുറിച്ച് മാറ്റാൻ പറ്റില്ല. അവിടെ വടകരയിലെ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനോട് ചേർന്ന് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമായിരിക്കും. അതിൽ പിന്നെ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുകയും ചെയ്യും. എന്താണ് ഷാഫി പറമ്പിൽ പറയുന്ന കംഫർട്ടബിൾ? ഷാഫി പറമ്പിൽ പറയുന്നത് എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല, എക്സാക്ട് പോളുകളിലാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നാണ്. ആ ഷാഫിയുടെ വിശ്വാസം ഷാഫിയെ തുണയ്ക്കട്ടെ എന്ന് തന്നെ. ഇത് രാജ്യം ആര് ഭരിക്കുന്നു, ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പക്ഷേ മലയാളികൾക്ക് വടകര, തൃശൂർ, തിരുവനന്തപുരം അങ്ങനെ ആറ്റിങ്ങലുമുണ്ട്. ആ തരത്തിലേക്ക് മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അതുകൊണ്ട് ഷാഫി അടക്കമുള്ളവർ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് കാത്തിരിക്കാം നമുക്ക്. ഇപ്പോൾ BV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, 2 മണ്ഡലങ്ങളിലെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും സ്ഥിതി അറിയണമെങ്കിൽ മാർ ഇവാനിയോസ് കോളേജിലേക്ക് പോകണം. അവിടെയാണല്ലോ അരുൺ ഉള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണാനെടുക്കും. അപ്പോൾ എനിക്കറിയേണ്ടത്, ഈ തപാൽ വോട്ടുകൾ എണ്ണാനെടുക്കുമ്പോൾ ആദ്യ അരമണിക്കൂർ ഉണ്ടല്ലോ, 8:30 വരെയുള്ള സമയം, ആ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് കിട്ടുമോ ഇല്ലയോ കൃത്യമായിട്ട്? 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പക്ഷേ 8:30 കൂടി ആദ്യ ഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല ഈ ഘട്ടത്തിൽ. കാരണം തപാൽ വോട്ടുകൾ നേരത്തെ ഉള്ളതുപോലെ ചെറിയ നമ്പറല്ല. 2 മണ്ഡലങ്ങൾ, എല്ലാ മണ്ഡലങ്ങളിലും ഒരു 10,000-ന് മുകളിൽ ശരാശരി തപാൽ വോട്ടുകൾ ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ്. തിരുവനന്തപുരത്ത് 14,000-ഓളം വോട്ടുണ്ട്. ആറ്റിങ്ങലിലും ഏകദേശം 13,000-ൽ പരം വോട്ട് തപാൽ വോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതുപോലെ തപാൽ വോട്ടുകൾ വേഗം എണ്ണിത്തീരാൻ കഴിയില്ല. 8 മണിക്ക് തപാൽ വോട്ട് എണ്ണി തുടങ്ങിയാൽ 8:30-ക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് വോട്ടെണ്ണൽ മാറും. അപ്പോഴും അതിന് സമാന്തരമായി തപാൽ വോട്ടുകളുടെ കൗണ്ടിങ്ങും പുരോഗമിക്കും. അതുകൊണ്ട് തന്നെ 9 മണിയോടുകൂടി തപാൽ വോട്ടുകളുടെ ആദ്യ ഫലസൂചനകൾ, ആദ്യ വിവരങ്ങൾ നൽകാമെന്നാണ് ഇപ്പോൾ PRDയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആവേശമുണ്ടാക്കുന്ന ഒരു മണ്ഡലമാണല്ലോ തിരുവനന്തപുരം മണ്ഡലം. അവിടെ ആ ട്രെൻഡ് അറിയണമെങ്കിൽ നമുക്ക് എപ്പോൾ വരെ കാത്തിരിക്കേണ്ടി വരും? ഒരേ സമയത്ത് തന്നെയാണല്ലോ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഈ 2014 അവസാന നിമിഷമായിരുന്നു O രാജഗോപാലിന് BJPക്ക് മുന്നിലേക്ക് വരാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. അതുവരെ അദ്ദേഹം മുന്നിലായിരുന്നു. ഇത്തവണയും ആ രീതിയിൽ തന്നെയല്ലേ ഈ ബൂത്തുകൾ എണ്ണുന്നത്? എങ്ങനെയാണ് ആ ബൂത്തുകൾ എണ്ണുന്നതിന്റെ ഒരു ക്രമം എങ്ങനെയാണ് തിരുവനന്തപുരത്ത്? അവസാനം സസ്പെൻസ് ഉണ്ടാകുമോ എന്ന് അറിയുന്നതിനാണ് ഈ ചോദ്യം. കഴക്കൂട്ടം മേഖല എണ്ണി തുടങ്ങുക. കഴക്കൂട്ടത്ത് 164 ബൂത്തുകളാണുള്ളത്. 12 റൗണ്ടുകളായി കഴക്കൂട്ടത്തെ വോട്ടുകൾ എണ്ണും. കോവളത്ത് 216 ബൂത്തുകളുണ്ട്. വട്ടിയൂർക്കാവിൽ 172 ബൂത്തുണ്ട്. തിരുവനന്തപുരത്ത് 175, നേമത്ത് 180, പാറശാലയിൽ 215, നെയ്യാറ്റിൽ 185. അതായത് ഈ 215, 185 ഒക്കെ കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP 3-ാം സ്ഥാനത്തേക്ക് പോയി. എവിടെയൊക്കെ ഇടതുമുന്നണി 2-ാം സ്ഥാനത്തെത്തുമ്പോൾ 3-ാം സ്ഥാനത്തേക്കാണ് BJP. അതാണ് അവർക്ക് 2014 പ്രത്യേകിച്ചും കഴിഞ്ഞ തവണയും ഒക്കെ 19-ലൊക്കെ തിരിച്ചടി ഉണ്ടാക്കിയത്. ഈ കൂടുതൽ ബൂത്തുകളുള്ള മേഖലകളിൽ അവസാനഘട്ടം വീണ്ടും വോട്ടെണ്ണൽ മാറും. കഴക്കൂട്ടത്തെ 1-ാം റൗണ്ട് എണ്ണി തുടങ്ങുക. കഴക്കൂട്ടം വെസ്റ്റ് ഭാഗം, സൈനിക സ്കൂൾ, ഹൈസ്കൂൾ ഭാഗം തുടങ്ങി കഴക്കൂട്ടം നഗരമേഖലയിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അത്തരത്തിൽ ആണ് കഴക്കൂട്ടം മണ്ഡലത്തെ വോട്ടെണ്ണൽ പുരോഗമിക്കുക. ഓരോ ഭാഗത്തും ഇത്തരത്തിൽ കൃത്യമായ തിരിവ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് എണ്ണേണ്ടതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂടുതൽ ബൂത്തുകളുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങൾ വളരെ നിർണായകമാകും തിരുവനന്തപുരത്തെ. ശരിയാണ്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രേക്ഷകർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു മണ്ഡലം അതിന്റെ സസ്പെൻസിലേക്ക് അടുക്കുമ്പോൾ
ഇന്നയിടം എണ്ണാനുണ്ട്, അതുകൊണ്ട് അവിടം ശ്രദ്ധിക്കുക, അവിടെ ചാഞ്ചാട്ടം ഉണ്ടാവും, സാധ്യതകൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിന് ചെറിയ ചില പരിമിതികളുണ്ട്. കാരണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഒന്നിച്ചെണ്ണി തുടങ്ങുകയാണ്. പക്ഷേ ബൂത്തുകൾ കൂടുതലുള്ളയിടത്ത് അവസാനത്തേക്ക് വരും. തിരുവനന്തപുരത്തെ ഉദാഹരണമായി എടുത്താൽ അരുൺ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമാണ് ഏറ്റവും കുറവ് ബൂത്തുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ 12 റൗണ്ടുകളിൽ തിരുവനന്തപുരത്തിലെയും വട്ടിയൂർക്കാവിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകും. അതായത് BJPക്ക് ഏറ്റവും മേൽക്കൈയുള്ള 2 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ 12 റൗണ്ടിൽ പൂർത്തിയാകും. 13 റൗണ്ടിൽ പൂർത്തിയാകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെയും നേമം മണ്ഡലത്തിന്റെയും വോട്ടെണ്ണലാണ്. അതായത് ആദ്യ 4 മണ്ഡലങ്ങളും BJPക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. 13 റൗണ്ടിൽ ഈ മണ്ഡലങ്ങൾ തീരും. അവിടെയാണ് പ്രശ്നം. അവസാന 3 റൗണ്ടിൽ ബാക്കിയുള്ളവർക്ക് മേൽക്കൈയുള്ള മേഖലകളാണ്. അതായത് കോവളവും പാകശാലയും. അവിടെയാണ് വീണ്ടും തീരദേശം തിരുവനന്തപുരത്ത് വിധി എഴുതുമോ, അവിടെ നിർണായകമാകുമോ? അതായത് ഞാൻ പറയട്ടെ, 13 റൗണ്ട് കഴിയുമ്പോൾ ഒരു 50,000 വോട്ടുകളുടെ എങ്കിലും ലീഡ് കിട്ടിയാൽ മാത്രമേ BJPക്ക് തിരുവനന്തപുരം മണ്ഡലം പിടിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ 40,000-നും 50,000-നും ഇടയ്ക്ക്. കാരണം അവസാനം 3ാം സ്ഥാനത്തേക്ക് BJP പോകാനുള്ള മണ്ഡലങ്ങളാണ് ബാക്കിയുള്ളത്. അതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ നമുക്ക് കോട്ടയത്തേക്ക് കൂടി വേഗത്ത്. ശ്രീജിത്ത്, അല്പസമയം മുമ്പ് ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അല്പം കുറഞ്ഞു എന്നൊരു സംശയമൊക്കെ ഇവിടെ ഉണ്ടായി. പക്ഷേ ആയിരുന്നില്ല. ഇന്നലെ ഫ്രാൻസിസ് പറഞ്ഞു ഞാൻ എന്തായാലും ജയിക്കും, ഭൂരിപക്ഷം എനിക്കൊരു വിഷയമേ അല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെ, അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ചിലപ്പം അത് കോൺഫിഡൻസ് കുറവായി വ്യാഖ്യാനിക്കപ്പെടുത്താം. ശ്രീജിത്ത്, കണക്കെടുപ്പുകൾ പല വട്ടങ്ങളായി നടന്നിട്ടുണ്ട്, എക്സിറ്റ് പോളും പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ് കോട്ടയത്തിന്റെ ഒരു മൂഡ്? സ്ഥാനാർത്ഥികളൊക്കെ പ്രതികരിക്കുന്നത് എങ്ങനെ? സജിത്ത്, തീർച്ചയായും ഫ്രാൻസിസ് ജോർജ് മാത്രമാണ് പ്രതികരിച്ചത്, ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയുമാണ് പ്രതികരിച്ചത് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2, 3, 4 ദിവസമായി ഇപ്പുറത്ത് തോമസ് ചാഴിക്കാടൻ പ്രതികരിച്ചിട്ടില്ല, കേരള കോൺഗ്രസ് എം പ്രതികരിച്ചിട്ടില്ല. ഫലം വന്ന ശേഷം പ്രതികരിക്കാമെന്നതാണ് ഒരുപക്ഷെ LDFന്റെ ആത്മവിശ്വാസം. പ്രത്യേകിച്ച് CPMന്റെ അടക്കം സംസ്ഥാന പട്ടികയിൽ കണക്കിൽ കോട്ടയം വന്നിട്ടില്ല എന്നത് മുതൽ തന്നെ അവരുടെ ആത്മവിശ്വാസം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റൽ ബാലറ്റുകളുടെ സോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 50 വോട്ടുകൾ അടങ്ങിയ ഓരോരോ ഇതായി മാറ്റിക്കൊണ്ടിരിക്കുന്ന നടപടികളാണ് തുടരുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും. എടുത്തു പറയേണ്ടത് 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഒരുമിച്ചാണ് വോട്ടെണ്ണുന്നത്. പിറവത്ത് തിരുവാങ്കുളം, കടുത്തുരുത്തിയിൽ മുളക്കുളം, കോട്ടയത്ത് കുമാരനെല്ലൂർ ഭാഗം, പുതുപ്പള്ളിയിൽ അയർക്കുന്നം, ഏറ്റുമാനൂർ, നീണ്ടൂർ, പാലയിൽ രാമപുരം, വൈക്കത്ത് ചെമ്പ് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടായിരിക്കും ആദ്യ ഘട്ടത്തിൽ എണ്ണുക.